നമസ്കാരം. UDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അവതരിപ്പിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കുളമായി. ഡബിൾ ബെല്ലടിച്ച് ബസ് മുന്നോട്ട് നീങ്ങവേ ചൂട് പായസം വീണത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ. മുന്നോട്ട് നോക്കി ബസിന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ ഒരു ഗ്ലാസ് ചൂടുള്ള പായസം വീഴുകയായിരുന്നു. തലയിൽ ചൂടുള്ള പായസം വീഴുമ്പോൾ മന്ത്രി ഞെട്ടിത്തരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തവുമാണ്. യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആവേശം കൂടിപ്പോയപ്പോഴാണ് പായസം മന്ത്രിയുടെ തലയിൽ പതിച്ചത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനമായതിനാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിനകത്തും പായസം വിതരണം നടത്തിയിരുന്നു. ഒരു പ്രവർത്തകൻ ഇരിക്കുന്നവരുടെ തലയ്ക്ക് മുകളിലൂടെ പായസം മുന്നിലേക്ക് നൽകി. പിന്നിൽ നിന്നും പായസം വരുന്നതറിയാതെ ബിന്ദു കൃഷ്ണയുടെ സീറ്റിനും പിന്നിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ കൈ പായസത്തിന്റെ കപ്പിൽ തട്ടി. ഇതോടെ ചൂട് പായസം നേരെ മുന്നിലിരുന്ന ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് വീണു. ചൂടുള്ള എന്തോ വീണു എന്നറിഞ്ഞ മന്ത്രി ചാടി എഴുന്നേറ്റ് ബാക്കിലേക്ക് നോക്കി എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. തലയിലെ പായസം മന്ത്രി തട്ടിക്കളയുകയും ചെയ്തു. ഇതോടെ അടുത്തുള്ളവർ ഷാളുകൾ ഉപയോഗിച്ച് പായസം തുടയ്ക്കാൻ ശ്രമിക്കുന്നതും കാണാം. മനഃപൂർവ്വം അല്ലെന്നും അറിയാതെ സംഭവിച്ചതാണെന്നും പ്രവർത്തകർ മന്ത്രിയോട് പറഞ്ഞു. എന്തായാലും മന്ത്രി പെട്ടെന്ന് യാത്ര അവസാനിപ്പിച്ച് കാറിലേക്ക് തന്നെ കയറി. ആശുപത്രിയിൽ ചികിത്സ തേടിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഉദ്ഘാടന പരിപാടി ആയതിനാൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇവരിൽ പലരും ബസ്സിലേക്ക് കയറുകയും ചെയ്തു. ഇതോടെ ബസ്സിൽ തിരക്കായി. ഈ തിരക്ക് തന്നെയാണ് മന്ത്രിക്ക് പണി കൊടുത്തതും. UDF തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു KSRTCയിലെ സൗജന്യ യാത്ര. പക്ഷേ അധികാരത്തിൽ വന്നപ്പോഴാണ് പുലിവാല് മനസ്സിലാവുന്നത്. ഇതോടെ യാത്രാ പദ്ധതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നു. സിറ്റി സർവീസിൽ സൗജന്യ യാത്ര എന്നാക്കി. ഇതിൽ തന്നെ ഓർഡിനറി ബസ്സിൽ മാത്രമായി യാത്ര ഒതുക്കി. സിറ്റിയിൽ അധികവും ഉള്ളത് സിറ്റി ഫാസ്റ്റ് ആണ്. ഓർഡിനറി ബസ് കണി കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇത് 3-4 ദിവസം മുൻപ് തന്നെ മലയാളം എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഓർഡിനറി ബസിന്റെ പ്രശ്നം സർക്കാരിന് തന്നെ ബോധ്യമായിട്ടുണ്ട്. ഓർഡിനറി ബസ്സുകൾ താരതമ്യേന വളരെ കുറവായതിനാൽ സ്ത്രീകൾക്കുള്ള ബസ് യാത്രാ സൗജന്യം പേരിൽ ഒതുങ്ങുകയാണ്. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന UDF വാഗ്ദാനം വെള്ളം ചേർക്കാതെ നടപ്പിലാക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിന് സർക്കാർ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല.